ജില്ലാ സെക്രട്ടറി ചളിക്കോട് പ്രദേശത്ത് 8ാം വാർഡിലെ മെമ്പറായിരുന്ന സന്ദർഭത്തിലാണ് SGRY പദ്ധതി പ്രകാരം പുളിളയിൽ മുഹമ്മദ് എന്ന് പറയുന്ന അന്നത്തെ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകന് വീടിന് ധനസഹായം കൊടുക്കുന്നത്. 98-98 എനിക്ക് വീടിന് വേണ്ടി ഇത് പഞ്ചായത്ത് പ്രകാരം പാസ്സാക്കി ഇത് വീട് വെക്കാൻ വേണ്ടി ഇതാക്കുകയും ചെയ്തത്. പിന്നാണ് ഈ വീടിൻ്റെ പൈസ കിട്ടാതിരുന്നപ്പോൾ ഇങ്ങനെ അവർ വാങ്ങിപ്പോയെന്നറിയുമ്പോൾ ആ ധനസഹായം കൊടുത്തതിൽ 15,000 രൂപ മാത്രമേ അയാൾക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി 20,000 രൂപ ഇയാളുടെ എല്ലാ പ്രവർത്തനങ്ങളും ആ വാർഡിൽ നോക്കി നടത്തുന്ന അന്നത്തെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകനായിരുന്ന ഒരാളും എല്ലാം കൂടി ചേർന്ന് ഇയാളുടെ നേതൃത്വത്തിൽ 20,000 രൂപ ഇവർ തട്ടിയെടുത്തു എന്നുള്ളതാണ് അന്നുണ്ടായിരുന്ന കേസ്. ഗതികെട്ടപ്പം NK സുരേഷിനെ കൂട്ടി പഞ്ചായത്ത് പോവുകയും ഇതിനെപ്പറ്റി അറിയുകയും ചെയ്ത് എവിടെ പോയെന്ന് ഇതുവരെ എനിക്ക് ഒന്നും കരയും പാടും കിട്ടിയിട്ടില്ല. എൻ്റെ പൈസ കിട്ടിയിട്ടുമില്ല. ഈ പണം കിട്ടാതായപ്പോൾ പുളിയുള്ള മുഖം എൻ്റെ അടുത്തല്ല പറഞ്ഞത്. ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ ഈ പണം മറ്റാരോ കൈപ്പറ്റി പോയിട്ടുണ്ട് എന്നാണ് പഞ്ചായത്ത് ഓഫീസ് അന്ന് സെക്രട്ടറി പറഞ്ഞത്. അപ്പൊ ഇയാൾക്കായിട്ട് പണവും കിട്ടിയിട്ടില്ല, പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് വേറെ ആരോ പണം പറ്റുകയും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ ഈ വിഷയം ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ശ്രദ്ധപ്പെടുത്തി അന്വേഷണവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. മൂപ്പരോട് ഒരു കാലത്ത് എനിക്ക് നമുക്ക് യോജിക്കാൻ പറ്റാത്തൊരു ഇതാണ് സംഭവം. അതിന് 14 കൊല്ലം കേസ് കൂടേണ്ടി വന്നു. 14 കൊല്ലം, 1-2 കൊല്ലമല്ല. മക്കൾക്ക് അരി വാങ്ങാൻ കാശില്ലാണ്ട് ഇവിടുന്ന് വായ്പ വാങ്ങിച്ചിട്ട് ഞാൻ പൊടിക്കാം. അതിന് ഇവിടെ ഗിർമാണ്ടി അവുക്കായിൻ്റെ അവിടെ വന്ന് ഞാൻ നെഞ്ഞത്തി തച്ച് നിലവിളിച്ച് കൂട്ടാൻ ഞാൻ വിളിച്ചിട്ട് ഞാൻ അയാളുടെ ഉമ്മ വെച്ചാലും കൂടി അങ്ങനെ കരിയല്ല. അസുരക്ക് കണ്ണീരിൻ്റെ പുറത്ത് അന്ന് ഉള്ള പറയല്ല, എൻ്റെ ഷർട്ടിട്ടില്ല, എൻ്റെ തോളിലിങ്ങനെ കണ്ണീരിങ്ങനെ ഒഴുകിയതാ. എന്നിട്ട് പിറ്റേന്ന് ഞങ്ങൾ SP-ൻ്റെ അവിടെ പിന്നെ പോയതാ. അപ്പോൾ ആൾ ചെന്നേ വയ്യ, അതിൻ്റെ ഉള്ളിൽ കയറി ചെന്ന് ഞാനാ മുന്നിൽ ഇപ്പോൾ കള്ള പേപ്പറുമായിട്ട് പരാതിയായിട്ടാണ് പോണത്. പേപ്പറായിട്ട് നോക്കി നോൺസെൻസ് എന്നാണ് ബ്രെഡ് ഇപ്പോൾ റാസ്കൾ അതുപോലെ ഭാഗം കേട്ടതായി. കാരണം നമ്മളെ പൈസ തട്ടിയെടുക്കുകയും ചെയ്ത് നമ്മളെ വാപ്പനെയും ഇനി അത് കേൾക്കേണ്ടി വന്നു. അത് ഇതൊക്കെ ഉണ്ടായിരുന്നു, തട്ടിക്കാണെന്നൊക്കെ പറഞ്ഞു. ജയിക്കരുത് അവനൊരിക്കലും ഇവിടുന്ന് വിജയിക്കരുത്. അതേപോലെ ഞാൻ ദൈവത്തിനോട് പറയും. ഒരു വാർഡ് മെമ്പറായ സന്ദർഭത്തിൽ ഈ ഒരു 20,000 രൂപ വരെ തട്ടിപ്പ് നടത്തി ആളുകളുടെ പോക്കറ്റിൽ കൈയിട്ട് വാരുന്ന ആളുകളെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജനപ്രതിനിധിയായി കിട്ടിയിട്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. അത് മാത്രമല്ല ഓരോ സാമ്രാജ്യത്വം വർദ്ധിപ്പിക്കാനാതെ നാടിനൊരു ഗുണവും